प्यारे दोस्तों आदाब प्लस टू उर्दू എക്സാമിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഷാഹിരി സിൻഫിലെ റുബായിയെക്കുറിച്ച്. റുബായി के बारे में आपको क्या जानते हैं? റുബായി എന്ന സിൻഫിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയാം? ചോദ്യം ഇപ്രകാരമായിരിക്കും. देखिए റുബായി एक अहम सिन्फ ഷാഹിരി है. ഷാഹിരി സിൻഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിൻഫാണ് നമ്മുടെ റുബായി എന്നത്. റുബായി एक अहम सिन्फ ഷാഹിരി है. ഷാഹിരി സിൻഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിൻഫാകുന്നു. റുബായി की चंद ഖുസൂസിയാത്ത് लिखिए. റുബായിയുടെ ചില പ്രത്യേകതകൾ എഴുതിയാലും നോക്കാം നമുക്ക്. देखिए चार मिसरों वाली मुख्तसिर नज़म को റുബായി कहते हैं. चार मिस्र നാല് വരികൾ അടങ്ങുന്ന മുഖ്തസിർ നസം കോ ചെറു കവിതകളെ നമ്മൾ എന്ത് പറയുന്നു? റുബായി कहते हैं. റുബായി എന്ന് പറയുന്നു. इसको दो बैती भी कहा जाता है. റുബായിയുടെ മറ്റൊരു പേരാണ് इसको दो बैती भी कहा जाता है. അതിനെ दो बैती എന്നും कहा जाता है പറയാറുണ്ട്. അപ്പോൾ നമ്മോട് വൺ വേർഡ് ചോദ്യം ചോദിക്കും, റുബായി का दूसरा नाम क्या है? റുബായിയുടെ മറ്റൊരു പേരെന്താണ്? നമ്മൾ അറിഞ്ഞിരിക്കണം. इसको दो बैती भी कहा जाता है. ദോ ബൈത്തി എന്നും ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ചാർ മിസ്രോം വാലി നാല് വരികൾ അടങ്ങുന്ന മുഖ്തസിർ നസം കോ ചെറു കവിതകളെ നമ്മൾ എന്ത് പറയുന്നു? റുബായി कहते हैं. റുബായി എന്ന് പറയുന്നു. इसको दो बैती भी कहा जाता है. അതിനെ ദോ ബൈത്തി എന്ന് പറയാറുണ്ട്. ഇനി അടുത്ത പോയിന്റ് നോക്കൂ. റുബായിമേ റുബായിലെ ചാർ മിസ്രോമേ നാല് വരികളിൽ ചാർ മിസ്രോമേ നാല് വരികൾ ഉണ്ടാകുന്ന കവിതയാണ് നമ്മൾ എന്ത് പറയാ? റുബായി എന്ന് പറയാ. ഈ നാല് വരികളിൽ ഏക്ക് മുക്കമ്മിൽ മസ്മൂൻ ഒരു പരിപൂർണമായിട്ടുള്ള മസ്മൂൻ ഒരു സബ്ജക്റ്റ് അവിടെ അദാ കിയാ ജാത്താ ഹെ നൽകിയിരിക്കുന്നു. ഓക്കെ, ആ നാല് വരികളിലും അതിനോടകം അതിൻ്റെ ആ മൗസു കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും, വിഷയം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇനി നോക്കൂ, ഇസ്കാ പഹല അതിൻ്റെ ആദ്യത്തെയും ദൂസര രണ്ടാമത്തെയും ചൗത്ത മിസ്ർ നാലാമത്തെയും വരികളിൽ എന്തുണ്ടായിരിക്കും? ഹം കാഫിയ ഔർ ഹം റദീഫ് ഒത്തെയും അവിടെ അം കാഫിയയും ഹം റദീഫും കടന്നു വരും. ഓക്കെ, നമ്മൾ ഗസൽ പരിചയപ്പെടുത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഗസലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഹം കാഫിയ, എന്താണ് ഹം റദീഫ് എന്നത്. അപ്പോൾ നമ്മുടെ റുബായിക്കകത്ത് ആകെ നാല് വരികളേ ഉള്ളൂ. ഇതിൽ പഹല ആദ്യത്തെയും ദൂസര രണ്ടാമത്തെയും ഔർ ചൗത്ത നാലാമത്തെയും വരികളിൽ എന്തുണ്ടായിരിക്കും? ഹം കാഫിയ ഹം റദീഫ് ഹോത്താ ഹെ ഹം കാഫിയയും ഹം റദീഫും കടന്നു വരും. ഇനി നോക്കൂ, റുബായിക്ക ചൗത്ത മിസ്ർ ബഹുത്ത് അഹം ഹെ. ഈ റുബായിയുടെ നാലാമത്തെ വരിയാണ് ബഹുത്ത് അഹം ഹെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. ഓക്കെ, റുബായിക്ക ചൗത്ത മിസ്ർ ബഹുത്ത് അഹം ഹെ വളരെ പ്രധാനപ്പെട്ടതാകുന്നു. ഇനി നോക്കൂ, ഹാലി അൽതാഫ് ഹുസൈൻ ഹാലി അനീസ് ദുബൈർ അംജദ് ഹൈദരാബാദി വൈറ തുടങ്ങിയവർ ഉറുദുവിലെ മഷ്ഹൂർ പ്രശസ്തരായിട്ടുള്ള റുബായി ഗോ ഷൂറാഹെ റുബായി എഴുതുന്ന കവിമാരാണ്. ഒന്നുകൂടി നോട്ട് ചെയ്യാം. വൺ വേർഡ് ചോദ്യം ചോദിക്കും, പസന്ദീദ കിസി ഏക് റുബായി ഗോ ഷായർ കെ ബാരെ മേ നോട്ട് ലിഖിയെ എന്നാണ്. പസന്ദീദ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും റുബായി ഗോ ഷായർ കെ നാം ലിഖിയെ ഒരാളുടെ പേര് എഴുതിയാൽ എന്നുള്ള വൺ വേർഡ് ചോദ്യം വരാറുണ്ട്. അപ്പം നമ്മൾ പഠിച്ചു വെക്കുന്നു, ഹാലി അഥവാ അൽതാഫ് ഹുസൈൻ ഹാലി, അനീസ് ദുബൈർ അംജദ് ഹൈദരാബാദി വൈറ തുടങ്ങിയവർ ഉറുദുക്കെ മഷൂർ ഉറുദുവിലെ പ്രശസ്തരായിട്ടുള്ള റുബായി ഗോ ഷൂറാഹെ റുബായി എഴുതുന്ന ഷൂറാഹെ കവിമാരാകുന്നു. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പോൾ റുബായിയെ കുറിച്ച് എന്തായാലും ഒരു ചോദ്യം വരും, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ, ഖുദാ ഹാഫിസ്, ബൈ.